കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പലപ്പോഴും നമുക്ക് നമ്മളുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ അല്ലാതെ മറ്റാരുടെയെങ്കിലും ഡിവൈസിൽ നിന്നും ഇന്റർനെറ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇമെയിലൊക്കെ ഓപ്പൺ ആക്കി നോക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ സൈബർ കഫേയിൽ നിന്നും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ബ്രൗസർ ഉപയോഗിച്ചാണോ സെർച്ച് ചെയ്യുന്നത് ആ ബ്രൗസറിൽ നമ്മളുടെ സെർച്ച് ഹിസ്റ്ററി ഉണ്ടായിരിക്കും. നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തു, നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റ് സന്ദർശിച്ചു, അല്ലെങ്കിൽ ഏതൊക്കെ അക്കൗണ്ട് ഓപ്പൺ ആക്കി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ബ്രൗസറിൽ സേവ് ആകും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇൻകോഗ്നിറ്റോ മോഡ് എന്താണെന്നാണ്. അതിനായിട്ട് ഞാനിവിടെ ഓപ്പൺ ആക്കുന്നത് ഗൂഗിൾ ക്രോം ബ്രൗസർ ആണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം സൈബർ കഫേയിലും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകളും ഗൂഗിൾ ക്രോം ബ്രൗസർ ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്ക് ഇൻകോഗ്നിറ്റോ മോഡ് എങ്ങനെ ആക്ടിവേറ്റ് ആക്കാൻ സാധിക്കുമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ന്യൂ ഇൻകോഗ്നിറ്റോ വിൻഡോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു വിൻഡോ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസറിൽ ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിലൂടെ നിങ്ങൾ എന്ത് സെർച്ച് ചെയ്താലും ഇതിന്റെ ഹിസ്റ്ററി ഈ ബ്രൗസറിൽ സേവ് ആകത്തില്ല. നിങ്ങൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററിയും മറ്റു വിവരങ്ങളും ഇല്ലാതാകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ലാപ്ടോപ്പിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലാതെ മറ്റാരുടെയെങ്കിലും കമ്പ്യൂട്ടറിലോ സൈബർ കഫേയിലോ മറ്റോ നിങ്ങൾ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻകോഗ്നിറ്റോ മോഡ് ഉപയോഗിക്കുക. ഇതിലൂടെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയാതെയിരിക്കും. നിങ്ങൾ സാധാരണ മോഡിലാണ് ബ്രൗസറിൽ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. നിങ്ങൾ ബ്രൗസർ ക്ലോസ് ചെയ്തതിനു ശേഷവും ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തെന്ന് ആ സൈബർ കഫേയിലുള്ള ആൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഇന്റർനെറ്റ് ബ്രൗസിംഗിന് ഇൻകോഗ്നിറ്റോ മോഡ് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.